വന്നവരും നിന്നവരും പോകുന്നവരും ഒക്കെ നിരത്തി തന്നെ. ശരിക്കും ഇന്നലെ 24 ന്യൂസിൽ അഖിൽ മാരാറിന് ഹാഷ്മി നിർത്തി പൊരിക്കുന്നത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. എന്നാലും പാവം അഖിൽ മാരാറിന് നിലത്ത് നിൽക്കാൻ സമയമില്ല. ഏറെന്ന് ഇപ്പൊ ബഹിരാകാശവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലപാടുകളുടെ രാജാവ് ഇപ്പൊ പണ്ടത്തെ നിലപാടൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മുമ്പ് അഖിൽ മാരാർ എന്താണ് പറഞ്ഞതെന്ന് മൂപ്പരിക്കാൻ ഓർമ്മയില്ലാത്തതുകൊണ്ട് അടി എവിടുന്നാർന്ന് വരുന്നത് പറയാൻ പറ്റൂലല്ലോ. എന്തായാലും ഇന്നലെ 24 ന്യൂസിലെ ജനകീയ കോടതി എന്ന പരിപാടിയിൽ ഹാഷ്മ അഖിൽ മാരാറിനെ നിർത്തി പൊരിച്ചതിന് ശേഷം അഖിൽ മാരാർ ഒരു റിപ്ലൈ വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാൻ ഒരു കോമഡി സാധനം തന്നെ മക്കളെ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു റിപ്ലൈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിലും ഭേദം അഖിൽ മാരാറിന് ബാത്റൂമിൽ പോയിരുന്നിട്ട് ഹാഷ്മി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നതിന് നല്ലത്. എന്തായാലും അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് 24 ന്യൂസിലെ ജനകീയ കോടതിയിലെ ഹാഷ്മിയും അഖിൽ മാരാറും തമ്മിലുള്ള സംവാദത്തിന്റെ ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. അഖിൽ മാരാർ ഇലക്ഷനിൽ തോറ്റ കാര്യം നമുക്കറിയാലോ. തോറ്റ് 2 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ആശാൻ 2020 രാജിവെച്ച് നേരെ വന്ന് പബ്ലിക്കിനോട് പറഞ്ഞത് 2020 പാർട്ടിന്റെ കുറ്റങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് നേരെ 24 ന്യൂസിലെ ജനകീയ കോടതിയിലേക്ക് പോകാം. മാരാർ തൃക്കാക്കര ഇല്ലെങ്കിൽ മത്സരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അഖിൽ മാരാർ അവിടെ ഗോപകുമാർ എന്ന് പറയുന്ന അതിന്റെ ഉപാധ്യക്ഷന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിടുന്ന് കരഞ്ഞു. കുഞ്ഞിനെ പോലെ സാബുജൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞത് വൈകാരികമായി കരഞ്ഞു അല്ലെ? നിങ്ങൾ ആ ഓഫീസിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഭാരത് മാതാ കോളേജിന് നേരെ ഓപ്പോസിറ്റ് റിലയൻസിന്റെ ഒക്കെ നിൽക്കുന്ന ഒരു വലിയ ഓഫീസുണ്ട്. അതിന്റെ 7ാമത്തെ നിലയിൽ അന്നുണ്ടായിരുന്ന ഒരു 100 പേര് എന്നെ വന്ന് അഭിനന്ദിച്ചിട്ട് പോയി. ഇവന്മാർക്ക് ഇത്രയും കൊടുത്തല്ലെന്ന്. ഒന്നുകിൽ ഞാൻ നിന്നെയൊക്കെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ അല്ല മാർച്ച് 16-ാം തീയതി ഇത് മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നതിന് തൊട്ട് മുന്നേ എന്നെ വിളിച്ച് ഈ രീതി നശിപ്പിച്ചപ്പോ ഈ സാബു ജേക്കബിന്റെയും ഗോപകുമാറിന്റെയും മുന്നിൽ ഇരുത്തി 2 ഞാൻ പറഞ്ഞു. അതായത് ഗോപകുമാർ ഞാൻ സാബു ജേക്കബോട് സംസാരിച്ചു വന്നപ്പോൾ ഇടയ്ക്ക് ഒരു സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് അഖിൽ വലിയ ആളാന്നല്ലോ ഒരു വിചാരം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരക്ഷരം ഇന്ത്യ അതിന്റെ ചെവുക്കലടിച്ചാൻ പറയും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇടയ്ക്ക് അറിയത് എന്താണ് അശ്മി? അഖിലിനൊരു മിനിറ്റ് കൊടുക്കുക, എന്നിട്ട് വാദിക്കുന്നേ. നിനക്ക് മറുത്തു വാദിക്കാനുള്ള അവസരം അഖിൽ മാരാർ തന്നെ തരും. ഇപ്പൊ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് അഖിൽ തന്നെ മാറ്റി പറയും. എന്തായാലും ബാക്കിയോട് പറയില്ല, കേൾക്കട്ടെ. ഇത് ബഹളമായി. കാരണം ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ചതിച്ചതിന് ആദ്യം മാപ്പ് പറയണം. ആദ്യം മാപ്പോട് എന്നോട് ചോദിക്കണം. അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാമോ എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കും. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കലടിച്ചാൻ പറയും. ഫെബ്രുവരി 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് പറഞ്ഞതാണ്, സാർ എനിക്ക് വേണം തൃക്കാക്കര ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. നമ്മൾ എ ക്ലാസ് ഉണ്ടല്ലോ പെരുമ്പാവൂല അന്ന് തൃപ്പൂണിത്തറ 2020 കൊടുക്കുമ്പോൾ ഇല്ലെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു പെരുമ്പാവൂരാണ് ഉന്നത നാൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത എ ക്ലാസ് ഉണ്ടാകും. ഞാൻ പറഞ്ഞാൽ നമുക്ക് തൃക്കാക്കര ജയിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറുപടി പറയാം. ഇത് മറുപടി പറഞ്ഞാൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ ഞാൻ പറയുന്നത് ചോദിക്കാം. കാണിച്ചല്ലോ, ഞാൻ പറയും. പറഞ്ഞതാണെന്ന് പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. മോഹൻ അഖിൽ ഇരിപ്പണ്ടില്ലേ? ഞാൻ ഇതെപ്പന്ന മട്ടിലാണ് ആശാന്റെ ഇരിപ്പ്. ഭൂമി ഇന്ന് പിളർന്നു പോയിരുന്നെങ്കിലും അഖിൽ ചിന്തിക്കുന്നുണ്ടാകും. അഖിൽ എന്താണ് 2020 ഇറങ്ങിയപ്പോ പറഞ്ഞത്? കൊട്ടാരക്കര ഇലക്ഷനിൽ നിൽക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു, പക്ഷെ ലാസ്റ്റ് എനിക്ക് തന്നത് തൃക്കാക്കര സീറ്റാണെന്നാണ് അല്ലെ? എന്നാൽ ഇലക്ഷന് സമയത്ത് പറഞ്ഞതോ താൻ തൃക്കാക്കര 2020 ചോദിച്ചു വാങ്ങിയതാണെന്നൊക്കെയാണ്. എന്താണ് അഖിൽ, ഏതെങ്കിലും ഒന്ന് താൻ ഉറച്ചു നിൽക്കടോ? ജയിക്കാൻ വേണ്ടി അന്ന് കള്ളം പറഞ്ഞതാണെന്നാണ് അഖിൽ മാരാർ പറഞ്ഞു വരുന്നത്. അതന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. ജയിക്കാൻ വേണ്ടി എന്ത് കള്ളവും അഖിൽ പറയും. വേണമെങ്കിൽ ജയിക്കാൻ വേണ്ടി എത്ര നിലപാടും അഖിൽ മാരാർ മാറ്റുമെന്നാണ് ഇവിടെ പറയാതെ പറഞ്ഞത്. എന്താ അഖിൽ മാരാർക്ക് ഇങ്ങനെ ദേഷ്യം കയറി വരുവാണ്. അത് സംസാരത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും സ്വയം വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കട്ടെ. പണ്ട് പിഷാരടി പറഞ്ഞത് ഓർമ്മയില്ല, അഖിൽ ഇപ്പം പറഞ്ഞത് കുറച്ച് ഞാനെങ്കിലും പുള്ളിക്കാരൻ തന്നെ മാറ്റി പറയുമെന്ന്. എന്തായാലും അതിനെക്കുറിച്ചും ഹാഷ്മി ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി കണ്ടോക്കാം. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമയം കളയണ്ട. രമേശ് പിഷാരി തെറ്റി. രമേശ് പിഷാരി അട്ട പറയാൻ വേറെ എന്താണ്? രമേശ് പിഷാരി 2-3 കൊല്ലം വെയിറ്റ് ചെയ്യാൻ വേണ്ട, 2 മാസം കൊണ്ട് അഖിൽ തെളിയിച്ചു. അഖിലെ പോലെ ചോദിച്ചു നന്നായി. പിഷാരടി ഇത് പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ സമയത്ത് പല ആൾക്കാരും ചോദ്യം ഈ അഖിൽ മാരാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താ യോഗ്യത? ഇതൊരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സർക്കാസ്റ്റിക്കലി തിരിച്ചു ചോദിക്കുന്നു, എന്താണ് പിഷാർ? കാരണം സിനിമ മേഖലയിൽ നിന്ന് വന്ന മറ്റൊരാളാണല്ലോ, എന്താണ് പിഷാരടിയുടെ യോഗ്യത? ഈ മറുചോദ്യത്തും എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ, അതായത് മാധ്യമങ്ങൾ ടൈറ്റിൽ കാർഡ് അടിച്ചിറക്കി പിഷാരടിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താണ് യോഗ്യത അഖിൽ മാരാർ? അപ്പൊ ഇദ്ദേഹത്തെ ഞാൻ പരിഹസിച്ചു എന്ന രീതിയിലാക്കി ഇദ്ദേഹത്തിന്റെ മുന്നിൽ പലരും മഹാത്മാഗാന്ധി ഉൾപ്പെടെ അടിച്ചു നോക്ക്. ഗാന്ധി പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു സീറ്റ് കിട്ടാൻ വേണ്ടി അഖിൽ മാരാർ കളിക്കുന്ന കളിയും ഗാന്ധി ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് ഞാൻ എന്നെ ഗാന്ധിയായിട്ട് കമ്പയർ ചെയ്തില്ല, സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്തതാണ്. ഞാൻ എന്തായാലും അഖിലിനെ വാ തുറക്കാൻ ആശ്മി വിടുന്നില്ല. വാ തുറക്കുമ്പോ അപ്പത്തിന് ഊക്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും അഖിൽ ഇപ്പൊ ട്രോളന്മാരുടെ ദൈവമാണെന്നാണ് കേട്ടത്. കാരണം അവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അഖിൽ. അഖിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചിന്തകൾ മാറും. അതുകൊണ്ട് തന്നെ പണ്ടുള്ള നമ്മുടെ പല നിലപാടുകൾക്കും മാറ്റം വരാം. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ അറിവിൽ നിന്നുണ്ടാകുന്ന മാറ്റമാണ്. നമ്മൾ പലതും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി മാറുന്നത്. പക്ഷെ അഖിലിന്റെ മാറ്റം അങ്ങനെയല്ല, പൈസയ്ക്ക് വേണ്ടിയുള്ള മാറ്റമാണ്. സ്വന്തം ലാഭത്തിന് വേണ്ടി ഏത് നിലപാടും മാറ്റി പറയുന്ന ആള് തന്നെയാണ് അഖിൽ മാരാർ. അതിൽ ആർക്കും ഒരു സംശയമില്ല. അതുപോലെ തന്നെ എന്തൊക്കെയായിരുന്നു അഖിൽ മാരാരുടെ തള്ളുകൾ. ഞാൻ ഇലക്ഷനിൽ മത്സരിക്കാൻ നിന്നിട്ട് എനിക്ക് BMW ബൈക്ക് വരെ
നിൽക്കേണ്ടി വന്നെന്നൊക്കെ 2020 ഇറങ്ങിയ സമയത്ത് അഖിൽമാരാർ തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. ഇലക്ഷന് വേണ്ട സഹായങ്ങളൊന്നും പാർട്ടി എനിക്ക് തന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ ആശാൻ തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അഖിലിന്റെ വാദവും ഹാഷ്മി പൊളിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. അഖിൽമാരാർ പറയുകയാണ് 25,000 ബൈക്ക് വിറ്റു. അഖിൽമാരാർ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചു. പിറ്റേന്നാൾ അഖിലിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ 2020 കണക്കാൻ കാണിക്കാം. എന്റെ പൊന്നെ 10,000 ഈ ഹാഷ്മി 5 ലക്ഷം തന്നോ? ഞാൻ 5 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് എനിക്ക് വേണ്ടിയിട്ടാണ് തരുന്നത്. ഇലക്ഷൻ വേണ്ടി അത് ഞാൻ പറയുന്ന കേക്ക്. അതിന് ഓരോ രൂപയ്ക്കും കണക്ക് കൊടുക്കണം. വേണം. അഖിൽമാരാർ ബൈക്ക് വിറ്റ പൈസ അഖിലിന് വേറെ കടം വിട്ടായിരിക്കും. ഒരു ബൈക്കും വിറ്റ് അഖിൽമാർ 5ന്റെ നയാ പൈസ തൃക്കാക്കൽ ചെലവാക്കിയിട്ടില്ല. ആ വീഡിയോ പറയുന്നു തെരഞ്ഞെടുപ്പ് മാർച്ച് 16 തുടങ്ങി. മാർച്ച് 26 ആയപ്പോഴത്തേക്കാണ് തെരഞ്ഞെടുപ്പിന് ചെലവിനുള്ള പൈസകൾ ഇവർ തന്നു തുടങ്ങിയത്. എന്നോട് തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഇവർ പറഞ്ഞ കാര്യം 5 പൈസ ബിജെപിയിൽ നിന്ന് സാബു സാർ മാന്യനും എത്തിക്സിന്റെ അങ്ങേറ്റമാണല്ലോ. ഞാൻ കരുതി കാശുള്ള ആളാണല്ലോ, ശരിയായിരിക്കും ഇദ്ദേഹം ചെലവഴിക്കും. 1, 2, 3, 4, 5 ഒരു ചെലവഴിക്കാൻ കാണുന്നില്ല. ബിജെപിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ചെലവിനുള്ള ഫണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോ 3 കോടി രൂപ എന്റെ പേരിൽ മേടിച്ചെടുത്ത ആൾ 40 കോടി രൂപ ഇത്രയും മണ്ഡലം 19 മണ്ഡലത്തിന്റെ പേരിൽ മേടിച്ചെടുത്ത ചോദിച്ചാൽ ലിക്വിഡ് പൈസ കൊടുക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കൊണ്ട് കൊടുക്കുന്നതിനും ലോകത്താർക്കെങ്കിലും തെളിവ് പറയാം. അത് ശരി. അപ്പൊ 5 ലക്ഷം റുപ്യ എന്താ മോനെ പൈസ അല്ലേ? ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ അഖിൽമാരാർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബൈക്ക് വിറ്റതാണ്. എന്നിട്ട് പറിച്ചിലോ നാട്ടുകാരെ സേവിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന മട്ടിൽ. അഖിലിന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഇലക്ഷന്റെ സമയത്ത് BJP കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ മുഴുവനായിട്ടും അഖിലിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നീയല്ല പറഞ്ഞത് ഇതൊരു സാമൂഹ്യ സേവനത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ. നിനക്ക് ഇലക്ഷനിൽ ചെലവായ പൈസ മൊത്തം അവർ തന്നില്ലേ? അതിൽ കൂടുതൽ നീ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ഇതിപ്പോ ഒരുമാതിരി പാർട്ടിയെ മാറുകയും ചെയ്തു, എന്നാൽ തരാന്ന് പറഞ്ഞ പൈസ കിട്ടിയതും ഇല്ല. ആദ്യം കോൺഗ്രസിലായിരുന്നു അഖിൽമാരാർ, പിന്നെ നൈസായിട്ട് 2020 ചാടി. പൈസ ഓഫർ ചെയ്തിട്ടായിരിക്കാണ് ചാടിയത്. എന്നാലോ തരാമെന്ന് പറഞ്ഞ പൈസ കിട്ടിയതുമില്ല. എന്നിട്ടും പറയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പാർട്ടി ചേർന്നത് പോലും. ഉണ്ടാണ് പൈസയ്ക്ക് വേണ്ടിയാണ് നീ 2020 ചേർന്നെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാമാക്കില്ലേ. ചോറ് നിന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാകും. BJP പൈസ 2020 കൊടുത്തതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും തെളിവുണ്ടോ എന്നാണ് അഖിൽമാരാർ തിരിച്ചു വാദിക്കുന്നത്. അപ്പൊ ആശാനടുത്ത് തെളിവൊന്നുമില്ല. പാർട്ടിയിലെ ആൾക്കാർ തന്നെ പറഞ്ഞ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ തെളിവില്ലാത്ത വാചകടി മാത്രം. എന്നാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഖിൽ പറയുന്നുണ്ട്. അതിനെല്ലാം ഹാഷ്മി എതിർത്ത് വാദിക്കുന്നുമുണ്ട്. അതെല്ലാം ചർച്ച ചെയ്യുന്നത് നമുക്ക് ഇവിടെ ടൈം ഉണ്ടാവും. എന്തായാലും ജനകീയ കോടതി എന്ന പരിപാടിയിൽ പങ്കെടുത്താൽ നല്ല ഇമേജ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ അഖിൽമാരാർക്ക് കിട്ടിയതോ പറ്റ നെഗറ്റീവ് ഇമേജ്. സ്വാഭാവികമായിട്ടും അഖിലിന് നല്ലപോലെ പൊള്ളി. അങ്ങനെ അഖിൽമാരാർ എന്നൊരു ലൈവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മക്കളെ. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ഹാഷ്മിനെ ലൈവിലേക്ക് ഇരുന്ന് അച്ഛൻ വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും കണ്ടുനോക്കാം. ഹാഷ്മി നമസ്കാരം. ജനകീയ കോടതിയിലേക്ക് ഹാഷ്മി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ വന്നത് ഞാൻ വെറും വിഡ്ഢിയായതുകൊണ്ടല്ല. എന്റെ ഉള്ളിൽ ഉറച്ച സത്യവും നീതിയും ഉണ്ടായതുകൊണ്ടും എനിക്ക് പറയാനുള്ള സത്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെയാണ്. ഹാഷ്മി അവിടെ നെറുകേട് കാണിക്കുമെന്നും ഇന്നലകളിൽ എനിക്ക് ഞാനുമായി ഉണ്ടായ സംവാദത്തിൽ ഹാഷ്മിക്കുണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാഷ്മി നെറുകേട് കാണിക്കുമെന്ന് എന്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല, ഹാഷ്മി ഒരു നല്ല മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹം അത് ചെയ്യില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങൾ ഈ പരിപാടിയിൽ അതിഥിയായി വിളിച്ച ആൾക്കാരോട് എനിക്കെതിരെ എന്തൊക്കെ സംസാരിക്കണമെന്നും ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കണമെന്നും നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും എനിക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് നിങ്ങളൊരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇവിടെ നിങ്ങൾ എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നതും അല്ലെങ്കിൽ എന്നെ പൊളിച്ചെടുക്കേണ്ടിയിരുന്നതും എന്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നുവെന്നും ആ നിലപാടുകൾ എത്ര തവണ ഞാൻ മാറ്റിപ്പറഞ്ഞെന്നും ആ മാറ്റിപ്പറഞ്ഞ നിലപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നൊന്നായി പൊളിച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ഹാഷ്മിക്ക് ഒരു ഷേക്കാൻഡ് തന്നേനെ. പകരം ഹാഷ്മി എന്താണ് ചെയ്തത്? എന്റെ ഫേസ്ബുക്കിൽ ഞാൻ നിഷ്പക്ഷമായി പറഞ്ഞിരുന്ന ഒരു രാഷ്ട്രീയത്തെ എടുത്തു പറഞ്ഞു വെച്ചുകൊണ്ട് BJPയുടെ രാഷ്ട്രീയമെന്നും ഭാരതവിരുദ്ധ രാഷ്ട്രീയമെന്നും പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ അവിടെ തുടങ്ങിയ വിഷയത്തിൽ അവസാനം വരെ ഹാഷ്മി പോയിക്കൊണ്ടിരുന്നത് എന്നെ ഒരു BJPക്കാരനാക്കി വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു. അമ്പട് പുളിച്ചു പറയാനുള്ളത് അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ വീട്ടിലെത്തിയിട്ട് ഹാഷ്മി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു മോങ്ങാൻ ചെറിയ കുട്ടി നിലയിലാക്കില്ലേ നീ. ഹാഷ്മി നിലപാടിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഇടയ്ക്കിടെ നിലപാട് മാറ്റുന്നു എന്ന് ഹാഷ്മി ചോദിച്ചപ്പോ പപ്പ അടിച്ചിട്ട് അവസാനം വീട്ടിൽ വന്നിട്ട് പറയാണ് ഹാഷ്മി നിലപാടിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല എന്നൊക്കെ. അല്ലെങ്കിൽ നിന്റെ നിലപാട് എന്താണെന്ന് നിനക്കറിയില്ല. ബിഗ് ബോസിൽ പോയില്ല എന്ന് പറഞ്ഞ് പിന്നീട് പോയതിനെ കുറിച്ച് ഹാഷ്മി ചോദിച്ചു. അതുപോലെ കോൺഗ്രസ് മാറി 2020 പോയതിനെ കുറിച്ച് ചോദിച്ചു. അതുപോലെ ഗർഭിണികൾ എൻജോയ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രസവം എന്ന് അഖിൽമാരാർ പറഞ്ഞതിനെ കുറിച്ച് അടക്കം ഹാഷ്മി ജനകീയ കോടതിയിൽ വെച്ച് ചോദിച്ചതാണ്. ഇതൊക്കെ അഖിലിന്റെ നിലപാടുകൾ ഉന്നയിച്ച് തന്നെയാണ് ചോദിച്ചത്. എന്നാൽ ഇതിനൊന്നും കൃത്യമായി മറുപടി നൽകാൻ അഖിലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അഖിൽ ബാക്കി പറ കേൾക്കട്ടെ. എനിക്ക് താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയത്തിന്റെ വക്താവാക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഞാനൊരു BJPയുടെ വക്താവല്ല, ഹാഷ്മി എനിക്കിതിന് മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷേ സത്യവും ശരിയും എപ്പോഴൊക്കെ BJPയുടെ ഒപ്പം നിന്നിട്ടുണ്ടോ, സത്യവും ശരിയും എപ്പോഴൊക്കെ എന്റെ രാജ്യത്തിനൊപ്പം നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഹാഷ്മിക്ക് പൊള്ളുന്നത് ഹാഷ്മിയുടെ ഉള്ളിൽ കിടക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം മറ്റൊന്നായതുകൊണ്ടാണ്. രാവിലെ വന്നിരുന്ന BJP അനുകൂലിച്ചും ഉച്ചയ്ക്ക് വന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിച്ചും രാത്രിയിൽ വന്നിരുന്ന കോൺഗ്രസിനെ അനുകൂലിച്ചും പിറ്റേ ദിവസം VD സതീശനെ തള്ളിപ്പറഞ്ഞു ഉച്ചയ്ക്ക് VD സതീശനെ അനുകൂലിച്ചും വൈകുന്നേരം നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പിറ്റേ ദിവസം നരേന്ദ്രമോദിയെ തെറിവിളിച്ചും അല്ലെങ്കിൽ പിണറായി വിജയനെ അനുകൂലിച്ചും പിണറായി വിജയനെ തെറിവിളിച്ചും ഒക്കെ സംസാരിച്ച് ശീലമുള്ള ഹാഷ്മി എന്നോട് ചോദിക്കുകയാണ് അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോന്നും.
ഞാൻ തിരിച്ച് ഹാഷ്മിയോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ മാറ്റി പറഞ്ഞ 5 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോകൂ ഹാഷ്മി എന്ന് പറഞ്ഞപ്പോ ഹാഷ്മി എടുത്ത വായിൽ പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്നുള്ളതാണ്. ഈ ബിഗ് ബോസിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതും ബിഗ് ബോസിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞതും ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെയാണ് എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലും എന്റെ ജീവിതത്തെയും എന്റെ കുടുംബത്തെയും മാത്രം വ്യക്തിപരമായി മാത്രം ബാധിക്കുന്ന ഒരു വിഷയത്തിൽ, പൊതുസമൂഹത്തിന് ഒന്നും ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഞാൻ നാളിതുവരെ ഒരു അഭിപ്രായം പറഞ്ഞു മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു അഭിപ്രായ നിലപാട് വ്യത്യാസവും ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്നിരിക്കെ ഞാൻ ഉയർത്തിയ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ ഹാഷ്മി തയ്യാറായോ? ഹാഷ്മി ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചു? ഹാഷ്മി ആരെ സംരക്ഷിക്കുന്നൊന്നും അറിയില്ല. എന്തായാലും നിന്നെ എന്തായാലും സംരക്ഷിക്കില്ല എന്ന് ഉറപ്പാണ്. ഹാഷ്മി ഒരു മാധ്യമ പ്രവർത്തകനാണ്. സോ കൈ കിട്ടുന്ന ന്യൂസ് അനുസരിച്ച് പുള്ളിക്കാരന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അഖിൽ അങ്ങനെയല്ലല്ലോ, ഒരു സ്വതന്ത്ര ചിന്തകനല്ലേ. അഖിൽ നീ ഇവിടെ ബിഗ് ബോസിൽ പോയില്ലേ എന്നൊന്നും ഇവിടെ ഒരു വിഷയമല്ല. നീ നേരത്തെ പറഞ്ഞ് BJP ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ നീ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഹാഷ്മി നിന്നെ പിടിച്ച് BJP ആക്കുന്നുവെന്ന്. അത് തന്നെയാണ് പ്രശ്നം. അതായത് നീ 2020 ഉള്ളപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിച്ചുള്ളൂ. നിനക്ക് എല്ലാ പാർട്ടികളും ഒരുപോലെ ആണെങ്കിൽ നീ മറ്റുള്ള പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? 2020 ചേർന്നപ്പോൾ ആകെ സപ്പോർട്ട് ചെയ്തത് BJP നയങ്ങളെയല്ലേ? എന്തുകൊണ്ടാണ്? ഒന്നും വേണ്ട, 2020 നിന്ന് ഒഴിഞ്ഞു പോയതുകൊണ്ടല്ലേ നീ നെറ്റ് ഇഷ്യൂ വരെ പ്രതികരിച്ചത്? എല്ലാം പോലെ നീ ഇടയ്ക്കിടെ പറയാറുണ്ടല്ലോ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാർട്ടി പോലും നോക്കാതെ 2020 ചേർന്നത് എന്നൊക്കെ. നീ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ 2020 തന്നെ ചേരാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് സമ്മതിച്ചെന്ന് കേട്ടോ. എന്തായാലും അഖിലും ബാക്കി കൂടി പറയാനും കൂടി കേട്ട ശേഷം നമുക്ക് നിർത്താം. അല്ലെങ്കിൽ എന്താണ് ഹാഷ്മിയുടെ ഉദ്ദേശം എന്നത് ഇന്നാട്ടിലെ സ്വബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലായി എന്നതാണ് ജനകീയ കോടതിയിൽ നിന്നും എനിക്ക് കിട്ടുന്ന റിപ്ലൈ. അല്ലാതെ ഞാൻ കേരള രാഷ്ട്രീയത്തിൽ CPM-നെയും സുഡാപ്പികളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെയും BJP-യും ഒക്കെ പലപ്പോഴായി വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കെതിരെ രാഷ്ട്രീയപരമായിട്ട് വരുന്ന കമന്റുകൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു കാര്യമില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു രാഷ്ട്രീയമായിട്ട് നമ്മൾ ഒരാളെ എതിർക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ എതിർപ്പുകൾ നമുക്ക് സംഭവിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ മാധ്യമ പ്രവർത്തന നിലയിൽ ഹാഷ്മി നിങ്ങൾ ഒരു വലിയ പരാജയമായി മാറിയിരിക്കുന്നു. വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ഫ്ലോർ ഉപയോഗിച്ച് നിങ്ങളെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് ഒരിക്കലും വിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി എനിക്ക് ഹാഷ്മിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഹാഷ്മിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഹാഷ്മി വിളിക്കുന്ന ആള് ഉമ്മയുടെ ഭർത്താവ് തന്നെയാണ് ഹാഷ്മിയുടെ വാപ്പയെങ്കിൽ ലൈവായിട്ടൊരു പ്രോഗ്രാം നടത്തുക. എന്നിട്ട് ഇതേ വിഷയം നിലപാടെന്ന് പറഞ്ഞ ഇതേ വിഷയത്തില് അഖിൽ മാരാർ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാറ്റിപ്പറഞ്ഞ നിലപാടുകൾ ഓരോന്നോരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പൊളിച്ചെടുക്കാൻ നോക്ക്. നിങ്ങൾ പറഞ്ഞ വിഷയം, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രസംഗങ്ങൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർക്കും അവിടെ വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കാർക്കും അവിടുത്തെ വോട്ടർമാർക്ക് മുന്നിൽ അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണോ നിങ്ങൾ ഒരാളുടെ നിലപാടായി വ്യാഖ്യാനിക്കുന്നത്? എന്തിനാ മാരാർ ഒരു ലൈവും കൂടി വെക്കുന്നത്? ഇപ്പൊ നാറിയതുപോലെ സ്വന്തം കോയിനെ വീണ്ടും കുയിക്കുന്നത് എന്തിനാണ്? ശരിയാണ്, ആൾക്കാർ ഇലക്ഷനിൽ ജയിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജയിക്കട്ടെ, എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇലക്ഷന്റെ സമയത്ത് 100% ഞാനേ വിജയിക്കും എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അതാണ് അഖിൽ മാരാർ. എതിർ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ ഒരു ചാൻസ് പോലും കൊടുക്കില്ല എന്ന് അന്ന് പറഞ്ഞ ആളാണ് അഖിൽ മാരാർ. ആത്മവിശ്വാസം ജസ്റ്റ് ഒന്ന് ഓവർ കോൺഫിഡന്റ് ആയി പോയിന്ന് മാത്രം. അതുപോലെ ഹാഷ്മിന്റെ ഉപ്പനെതിരെ പരാമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാർട്ടിയെ കുറിച്ച് പറഞ്ഞതൊക്കെ പോട്ടെ, ഒരാൾ എന്തിന്റെ പേരിലാണെങ്കിലും അയാൾ അച്ഛനെ പറയാൻ നിനക്ക് എന്താണ് അവകാശമാക്കില്ലേ? ഹാഷ്മി എന്നല്ല ആരും ഇങ്ങനെ പറയരുത്. ഇത്രയേ ഉള്ളൂ നിന്റെ ബോധം സംസ്കാരവും. അല്ല അറിയാത്തോണ്ട് ചോദിക്കാൻ. ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് സ്വയം മാസമായിട്ടൊക്കെ തോന്നും. പക്ഷേ തോന്നലും യാഥാർത്ഥ്യവും തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ ഇങ്ങനെ ന്യായീകരിച്ച് മുഴുകാൻ സമയം കാണും. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.